Hebrews 7:25, the Bible says, He can save the uttermost. എബ്രായലേഖനം 7:25 പറയുന്നവൻ ഏറ്റവും തകർന്നതിനെ അങ്ങേയറ്റം പറ്റിയതിനെ രക്ഷിക്കും. Save the uttermost who comes to him through him to God. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ ശക്തനാണ്. Savior, രക്ഷകൻ. He can save you from sin. He can save you from bad habits. He can save you from any consequences. നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. നിങ്ങളുടെ ദുസ്വഭാവങ്ങൾ രക്ഷിപ്പാൻ സാധിക്കും. എന്ത് നിങ്ങൾ ചെയ്ത കുഴപ്പങ്ങൾക്കുണ്ടായ എന്തെല്ലാം കോൺസിക്വൻസും പ്രതിസന്ധികളും നിങ്ങൾ നേരിടുന്നുണ്ടോ അതിൽ നിന്ന് മുഴുവൻ രക്ഷിക്കാൻ യേശുവിന് പറ്റും. Save means to bring out of the situation. രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് എടുത്തു മാറ്റി രക്ഷിക്കുക. Many are trying to give up alcohol. Many are trying to give up. They are trying, but I'll tell you, you don't have to try, but you have to hate the sin, hate that behavior, hate your sickness. Some people don't hate their sickness. They want to be healed, but they don't say, I'm fed up, I want to come out. പലരും ഈ മദ്യപാനത്തിൽ നിന്ന് വെളി വരുവാൻ ശ്രമിക്കുക, കൂടി നിർത്താൻ ശ്രമിക്കുക. ഞാൻ ആവോളം ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ശ്രമമല്ല ആവശ്യമായിരിക്കുന്നത്, അതിനെ വെറുത്തിട്ട് രക്ഷകന്റെ അടുത്ത് വന്നാൽ മതി, വിടുതലാണ്. If you are fed up with your sickness today, രോഗത്തെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു ആഗ്രഹിച്ചാ പോരെ, എനിക്കിത് വേണ്ട, ഞാൻ ഫെഡപ്പ് ആയിരിക്കുന്നു, ആ നിലയിലെത്തണം. You will get violent and say no more, Jesus name, get out. ഈ രോഗത്തെ കുറിച്ച് എനിക്ക് ഒട്ടും ഇനി പറ്റില്ല, അതിനെതിരെ ഒരു ബലാത്കാരിയാകണം, നിങ്ങൾ ഒരു ഭീകരനാകണം രോഗത്തോട്. Some people talk about Job in the Old Testament. ചില ആൾക്കാർ പഴയ നിയമത്തിലെ യോബിന്റെ കാര്യം അപ്പോൾ പറയും. You should know that Job hated his situation but loved God. യോബ് തന്റെ സാഹചര്യത്തെ വെറുത്തു, ദൈവത്തെ സ്നേഹിച്ചു. If you are saying I am fed up, നിങ്ങൾ ഇന്ന് പറയുകയാണെന്നിരിക്കട്ടെ, എന്റെ ഈ അവസ്ഥ ഏത് രോഗമായിക്കൊള്ളട്ടെ, ദാരിദ്ര്യമായിക്കൊള്ളട്ടെ, ഞാൻ മടുത്തു, എനിക്കിനി വേണ്ട, എനിക്ക് വെളിയിൽ വരണം. that is the point when Jesus steps in. അവിടെയാണ് കർത്താവ് ചുവട് വെച്ച് നിങ്ങളിലേക്ക് വരുന്നത്. Some people say let me try. No, if your trial is not desperation. ഒന്ന് നോക്കാം, ഈ കാര്യം കൂടെ ഒന്ന് നോക്കാം. ഈ ഒന്ന് നോക്കാമെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അതിതീവ്ര വാഞ്ചയല്ല. Look at every healing that took in the Bible. ബൈബിളിൽ മുഴുവൻ നിങ്ങൾ നോക്കിയോ, ഇതിൽ നടന്നിട്ടുള്ള ഓരോ സൗഖ്യങ്ങളിലും the leper, ആ കുഷ്ഠരോഗിയെ നോക്ക്. he was so fed up, he took the risk. If he came to the society, he would have been killed. He took the risk, that desperation. He was fed up, but he knew that if he came to Jesus, he will be healed. ആ കുഷ്ഠരോഗിയെ നോക്കി, സമൂഹത്തിൽ ആള് കൂടുന്നിടത്ത് ഒരു കുഷ്ഠരോഗി അന്നത്തെ കാലത്ത് വന്നാൽ മരണം വരാം. പക്ഷേ താൻ അതൊന്നും നോക്കുന്നില്ല, താൻ രോഗത്തെ കുറിച്ച് മടുത്തു, എനിക്ക് വിടുതൽ വേണം. തന്റെ നിയമങ്ങളൊന്നും നോക്കാതെ യേശുവിന്റെ അടുക്കലേക്ക് കൂടി ആ ഒരു ഡെസ്പറേഷൻ ഉണ്ടാകും. Look at the woman with the red blood flow. Everyone you will see in the Bible who got the healing were desperate. They were fed up. It was do or die for them when they ran to Jesus. ഇനി രക്തസ്രവക്കാരി സ്ത്രീയെ കൊണ്ട് നോക്കിയാട്ടെ, അവൾക്കും സമൂഹത്തിൽ വരാനൊക്കില്ല. പക്ഷേ അവളെ യേശുവിന്റെ വർത്തമാനം കേൾക്കുമ്പോൾ സമയത്ത് അവളുടെ മതി, ഞാൻ മടുത്തു, എനിക്കിനി ജീവിതം വേണ്ട, ഒന്നുകിൽ സൗഖ്യത്തോടെ കർത്താവിൽ ജീവിക്കുക, അല്ലെങ്കിൽ ഇങ്ങനൊരു ജീവിതമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തിയവരാണ് സൗഖ്യമാണ്. Otherwise what will happen? Put your hand, pray. പോയില്ല. അല്ലെങ്കിൽ എന്തോ സംഭവിക്കും, ഇന്നും രോഗസൗഖ്യ പ്രാർത്ഥന വന്നു, കൈവച്ചോ നോക്കാം, പോയില്ല, ശരി. No, if you are desperate, you will keep on saying no, it has gone, it has gone, Jesus has healed me. എന്നാൽ നിങ്ങൾ ആ രോഗത്തെ കുറിച്ച് ഡെസ്പറേറ്റ് ആണെങ്കിൽ, ആ കൈവച്ചിട്ട് പോയല്ലോ എന്നല്ലേ, എനിക്ക് പോയില്ല, ഇനി എനിക്ക് രോഗമില്ല, ഞാൻ മുമ്പോട്ട് പോവാണെന്ന് പറഞ്ഞു. That is what happened with me. അത് തന്നെയാണ് എന്റെ രോഗസൗഖ്യത്തിൽ സംഭവിച്ചത്. Nothing happened that night. അന്ന് ആമോസ് സിംഗ് പാസ്റ്റർ പ്രാർത്ഥിച്ച അന്ന് ഒന്നും വാസ്തവത്തിൽ നടന്നില്ല. But എന്നാൽ I did not want to compromise with this, because if I was paralyzed, my family, everything would have been gone. I said no. He said heal. I was trying and get on. ഞാൻ അന്ന് ആ മീറ്റിങ്ങിന് പോയപ്പോൾ ആമോസ് സിംഗ് പാസ്റ്റർ പറഞ്ഞു ബി ഹീൽഡ്, സൗഖ്യമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ സൗഖ്യമായി. കാരണം
എനിക്ക് അവിടെ കിടന്നാൽ എൻ്റെ കുടുംബം മുഴുവൻ ഞാൻ വേണം പോറ്റാൻ. കുഞ്ഞുങ്ങൾ, എല്ലാ ബിസിനസ് എല്ലാം തകർന്നിരിക്കുക. എനിക്ക് ആ കട്ടിലെ കിടക്കാൻ ഒക്കത്തില്ല. സൗഖ്യമായെന്ന് ദൈവദാസൻ പറഞ്ഞെങ്കിൽ ഞാൻ സൗഖ്യമായി, ലക്ഷണങ്ങളൊന്നും ഞാൻ സൗഖ്യമായെന്ന് പറഞ്ഞ് എന്റെ കാലെടുത്ത് മുമ്പോട്ട് കുതിച്ചു. This is not positive thinking. This is not positive talking. The price has been paid on the cross. ഇത് കേവലം ലോകത്തിലെ ഫിലോസഫിക്കാർ പറയുന്ന പോസിറ്റീവ് തിങ്കിങ് അല്ല. നിങ്ങൾ അത് സ്വന്തം ഉള്ളിൽ നിന്ന് വരുന്ന പോസിറ്റീവ് തിങ്കിങ്. ഇതല്ല, ഒരു വില കൊടുത്ത കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അടിപ്പിണറുകളാൽ സൗഖ്യമുണ്ടെന്ന്. ആ കർത്താവിൽ ആശ്രയിച്ച് പറയുന്ന. Yesterday morning, ഇന്നലെ രാവിലെ as Ronak was ministering, റോണക്ക് ഇന്നലെ രാവിലത്തെ മീറ്റിംഗിൽ ശനിയാഴ്ച ശുശ്രൂഷിക്കുമ്പോൾ he said a broken spine is being healed. നട്ടലിന് പൊട്ടലുണ്ടായത് സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞു. I was watching. ഞാൻ ഇന്നലത്തെ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. Immediately in my spirit, പെട്ടെന്ന് എന്റെ ഉള്ളിൽ ദൈവാത്മാവ് I സംസാരിച്ചു. was one accord with Ronak, ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ, because I know what is to be paralyzed. ഒരു തളർന്നു കിടക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എനിക്ക് അറിയാവുന്നതുകൊണ്ട് റോണക്ക് അത് പറഞ്ഞപ്പോൾ, റോണക്ക് സ്റ്റുഡിയോയിൽ നിന്ന് പറയുന്നതിനോട് ഞാൻ ആത്മാവിൽ അങ്ങ് മനസ്സിൽ ഒന്നായി. But then I was hoping. പെട്ടെന്ന് ഞാനത് പ്രത്യാശിച്ചു. I was hoping that if only that person who is listening would gather the faith and say, I am healed, and jump up. റോണക്ക് പ്രാർത്ഥിച്ചെങ്കിൽ ഇത് വിളിച്ചു പറഞ്ഞെങ്കിൽ പിന്നെ എന്റെ അകത്തോട്ട് പോയി എന്റെ അനുഭവമാണ്. അത് ആരെ കുറിച്ച് പറഞ്ഞു, ആ വ്യക്തി അതൊന്ന് പിടിച്ചെടുത്തിരുന്നെങ്കിൽ, കാലൊന്ന് എടുത്തു വെച്ചിരുന്നെങ്കിൽ എന്ന് വായി. It is not about Ronak. It is not about Thomas Uti brother. It is not about me. It is about the name of Jesus. ഇത് റോണക്ക് മുഖേനയല്ല, തോമസ് ഊട്ടി ബ്രദറോ തങ്കു ബ്രദറോ മുഖേനയല്ല. ഇവിടെയെല്ലാം പറയപ്പെടുന്ന ഒന്നേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ നാമം. That name. ആ നാമം. When we say in Jesus' name, യേശുവിന്റെ നാമത്തിൽ എന്ന് നമ്മൾ പറയുമ്പോൾ we are saying ഞങ്ങൾ പറയുന്നത് whatever was accomplished in Jesus through him in the cross, everything go into the body. യേശു ക്രിസ്തുവിൽ ആ ക്രൂശിലെ യാഗത്തിലൂടെ എന്തെല്ലാം നിറവേറ്റി കഴിഞ്ഞോ, അത് നിമിത്തം ഉണ്ടാകുന്ന നന്മ എന്തെല്ലാമാണോ, യേശുവിന്റെ നാമത്തിൽ പറയുമ്പോൾ നന്മ മുഴുവൻ സ്വീകരിക്കുന്ന വ്യക്തിയിലേക്ക് വരികയാണ്. Many times, even born again Christians, even Christians, when they say Jesus' name, it is as if you are writing an application. No, it is something far bigger and greater. പലപ്പോഴും വിശ്വാസികൾ പോലും യേശുവിന്റെ നാമം എന്നൊക്കെ പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇടുന്ന പോലെ, സാധാരണ ഒരു നാമം ചൊല്ലുന്ന പോലെ ചൊല്ലും. നോ, ഒരിക്കലുമല്ല. യേശുവിന്റെ നാമം എന്ന ഒറ്റ വാക്കിൽ പറയുമ്പോൾ ക്രൂശിൽ നിവർത്തിച്ച മുഴുവൻ നന്മകളും അതിനകത്തുണ്ട്. When you say in Jesus' name, in that name is the whole principality and power of darkness, who is the author of sickness. It was totally destroyed. Everything that was preventing us to come to the God as Father, that is destroyed. Everything that is preventing you, might be financial, healing, anything. When you say in Jesus' name, suddenly it has to leave the body. യേശുവിന്റെ നാമം എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ വാക്കിന് തീർന്നു. പക്ഷേ ആ നാമം പറയുമ്പോൾ നിങ്ങൾക്കും എനിക്കും അനുഗ്രഹിക്കപ്പെടാൻ, വിടുതൽ പ്രാപിപ്പാൻ, സൗഖ്യമാകാൻ, സാമ്പത്തിക വിടുതൽ എന്തുമാകട്ടെ അത് പ്രാപിക്കാനുള്ള സകല തടസ്സവും നീങ്ങി. ഒന്നാമത് നമുക്കിതെല്ലാം കൊണ്ടുവന്നത് പിശാച. ക്രൂശിൽ യേശു തന്റെ കാൽക്കീഴ് സാത്താനെ ചതച്ചു കളഞ്ഞു. 2, നമ്മുടെ പാപം നിമിത്തം ദൈവമുമ്പാകെ വരാൻ നമുക്ക് ധൈര്യമില്ല. എന്നാൽ ക്രൂശിൽ ആ നടിച്ചുവരിടിച്ചു നമുക്കിനി ദൈവസ്ഥ വരാം. ആകയാൽ യേശുവിന്റെ നാമം എന്ന് പറയുമ്പോൾ സകല തടസ്സവും നീങ്ങി വിടുതൽ നിങ്ങളുടേതായി. That is why the Bible says, I'll tell you, it is not a joke. That is why the Bible says, at his name every being in heaven, on earth, Jesus, and in hell, Amen, will bow down. അതുകൊണ്ടാണ് വചനം വ്യക്തമായിട്ട് പറയുന്നത്, ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലെല്ലാം മടങ്ങും. യേശുവേ നീ മാത്രം കർത്താവ്. And this is not just written in the Bible, it is for real. If only you could speak the spiritual, you will understand. When you say Jesus, everything goes down. ഇത് കേവലം ഒരു രസിപ്പിക്കാൻ ബൈബിളിൽ താളുകളിൽ എഴുതി വെച്ചതല്ല, ആത്മമണ്ഡലം കാണണം. യേശുവിന്റെ നാമം എന്ന് പറയുമ്പോൾ ആത്മമണ്ഡലത്തിലെ ശക്തികളെല്ലാം ചിതറുകയും മുട്ടുമടക്കുകയും ചെയ്യും. That is why we are confident when we say that Jesus saves, Jesus heals, Jesus delivers. What are we saying? When we use that name, suddenly the angelic hosts are getting ready. Every knee is bowing, everything is leaving. Now it is your choice
whether to believe or not. ഈ ബോധ്യം ഞങ്ങളുടെ അകത്ത് നിശ്ചയമായിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വചനം നിശ്ചയത്തോടെ പ്രഖ്യാപിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ സകല രോഗങ്ങളും സകല പൈശാചിക ബന്ധനങ്ങളും മുഴങ്കാൽ മടക്കിയേ മതിയാവും. Are you ready? നിങ്ങൾ റെഡിയാണോ? The biggest hindrance for healing is, number one, the devil will tell you, you are not perfect to be healed. സൗഖ്യത്തിന്റെ പ്രധാന ഒരു തടസ്സം പിശാച് വന്ന് പറയും, സൗഖ്യം കിട്ടാൻ നിനക്ക് യോഗ്യതയില്ല. Tell the devil, I am perfect in Christ. ഞാൻ ക്രിസ്തുവിലാ പൂർണ്ണൻ, ഞാൻ വ്യക്തിപരമായിട്ടല്ല. Number two, രണ്ട്, many people say, I don't have faith to be healed. Do you need faith to eat the food in front of you? നിങ്ങളുടെ ഭക്ഷണം മുമ്പിൽ വെച്ചിരിക്കുന്ന പ്ലേറ്റിലെ ഭക്ഷണം വായിലോട്ട് വെക്കാൻ വിശ്വാസമൊന്നും വേണ്ടല്ലോ. Just take it and eat it. അതുപോലെ തന്നെ മുമ്പിലുണ്ട് സൗഖ്യം എടുത്ത് അങ്ങ് അനുഭവിച്ചാൽ മതി. It is not about faith. അത് അങ്ങനെയുള്ള ഒരു വിശ്വാസ പ്രശ്നമല്ല. When the name of Jesus comes, take it and apply it in you. യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ എടുക്കുക, ജീവിതത്തിലാക്കുക. I am a sinner. I am not worthy. All these are thoughts which is contrary to the healing. ഞാൻ പാപിയാണ്, ഞാൻ അയോഗ്യനാണ്. ഈ ചിന്തകളെല്ലാം സൗഖ്യത്തിന് തടസ്സമാണ്. And the biggest another lie is God loves me, so he is giving me this sickness to perfect me. പലപ്പോഴും ജനങ്ങളുടെ ഇടയിലുള്ള മറ്റൊരു വലിയ പൈശാചിക നുണ ഇതാണ്, എന്നെ ഈ രോഗത്തിലൂടെ ദൈവമാ കടത്തിവിടുന്ന, എന്നെ സ്നേഹിച്ച് ദൈവം തന്നതാണ് രോഗം. No, ഒരിക്കലുമല്ല. God is love. ദൈവം സ്നേഹമാണ്. He loves you നിങ്ങളെ സ്നേഹിക്കുന്നു. and he is going to heal you now. ഇപ്പോൾ തന്നെ നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുന്നു. And I'll tell you, ഞാൻ പറയട്ടെ, the reason Jesus heals even today is not to prove he is God. താൻ ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അല്ല, ഇന്നും കഷ്ടത്തിലും വേദനയിലും ഇരിക്കുന്നവരെ യേശു സൗഖ്യമാക്കുന്നു. It's because he loves you. എന്നാൽ നിന്നോട് അവന് കരുണയുണ്ട്, സ്നേഹമുണ്ട്. He loves you. നിന്നെ സ്നേഹിക്കുന്നു. Look at the whole the history when Jesus is walking. He never healed to prove he is good or he is God. He was moved with compassion when he saw his own creation suffering. സുവിശേഷങ്ങളിലെ യേശുവിന്റെ ചരിത്രം മുഴുവൻ നിങ്ങൾ നോക്കിയാട്ടെ, തന്റെ ഞാൻ നല്ലവനാണെന്ന് കാണിക്കാനോ ദൈവമാണെന്ന് കാണിക്കാനോ അല്ല യേശു സൗഖ്യമാക്കി. നമ്മൾ എല്ലായിടത്തും വായിക്കുന്നു, അവനെ കണ്ടപ്പോൾ അവൻ മൂഡ് വിത്ത് കമ്പാഷൻ, അവന്റെ കഷ്ടങ്ങളെ കണ്ട് സഹതപിച്ചു. Jesus is the same. യേശുവിന് ഒരു മാറ്റമില്ല. He loves you. നിന്നെ സ്നേഹിക്കുന്നു. He did not give you the sickness. അവനല്ല നിങ്ങൾക്ക് ഈ രോഗം തന്നത്. Many times, we say, why did God make me sick? There are things which we should not have done. There's many things which we went into, that is why our body is weak. പലപ്പോഴും നമ്മൾ ചെയ്യരുതാത്ത പല കാര്യങ്ങളും കണ്ടേക്കാം, നമുക്ക് പറ്റിയ തെറ്റുകൾ കണ്ടേക്കാം. എന്നാൽ ദൈവം അത് നിമിത്തം നമ്മൾ ചിലത് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവിടെ പോലും വിടുവിക്കാനാ കർത്താവ്. ദൈവം ആർക്കും രോഗമോ തിന്മയോ കൊടുക്കുകയില്ല. He is here. അവനിവിടെ ഉണ്ട്. I'll tell you, yesterday the word was sent for someone whose spine was Ronak mentioned very specifically, it is not a muscle or tendon problem. It is the spinal cord, the bone broken, it is getting united. ഇന്നലെ റോണക്ക് പറഞ്ഞത് അത് മസിലിന്റെ വേദന അല്ല, ടെൻഡനോ ടിഷ്യൂന്റെ ഒന്നും പ്രോബ്ലം അല്ല, ആ സ്പൈനൽ കോഡിന്റെ തന്നെ കശേരുകൾ, അവിടെയാണ് പ്രശ്നമെന്ന് പറഞ്ഞത്. My T3 and T4 had cracks. എന്റെ നട്ടലിന്റെ T3 T4 കശേരുകൾ പൊട്ടിയതാണ്. And that is why I was down, neck down. അങ്ങനെയാണ് തോള് മുതൽ താഴോട്ട് തളർച്ച വന്നത്. Jesus is the creator of the whole universe. ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ യേശു He is your creator. നിന്റെയും സൃഷ്ടിതാവാണ്. That is why I say it. അതുകൊണ്ടാണ് ഞാൻ He പറയുന്നത്, does not repair. He is a creator. He calls into being which is not there. ആ കർത്താവ് റിപ്പയറർ അല്ല, മാനുഫാക്ചറർ ആണ്. ഇല്ലാത്തടത്ത് ആ വേണ്ടിയ അവയവം സൃഷ്ടിച്ചു തരും. Earlier times, മുൻകാലങ്ങളിൽ when our car was not good, they would say, we will do this and that. Today what happens? Remove the old, put the new. ഇന്ന് ഏത് പ്രോഡക്റ്റ്, കാറായാലും എന്തായാലും, പണ്ടൊക്കെ ആണെങ്കിൽ ആ ഭാഗം പിന്നെ തേച്ചു മിനുക്കി അടിച്ചു വരുത്തി നേരെയാക്കാൻ നോക്കും. എന്നാൽ ഇപ്പോൾ ആ ഭാഗം എടുത്ത് മാറ്റി കമ്പനിയിൽ നിന്ന് പുതിയ എടുത്ത് വിറ്റ് ചെയ്യാം. But this Jesus has been doing for years. എന്നാൽ ഇന്ന് കമ്പനികൾ കണ്ടുപിടിച്ചത്
യേശു പണ്ടേ തുടങ്ങിയതാണ്. because he is the creator. കാരണം അവൻ നിർമ്മിതാവാണ്. Even today, ഇന്നും creative miracles will happen. ഇപ്പോൾ തന്നെ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. Jesus is alive. യേശു ജീവിക്കുന്നു. He is real. അവൻ വാസ്തവമാണ്. And his presence is divine. അവന്റെ For in his presence there is healing divine. ആ സാന്നിധ്യത്തിൽ ഡിവൈൻ ഹീലിംഗ് ഉണ്ട്. Just close your eyes and lift your hands wherever you are. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. If your muscles are stiff, നിങ്ങളുടെ മസിലുകൾ ഇപ്പോൾ മുറുകിയിരിക്കുകയാണെങ്കിൽ, if you cannot move your head, it is stiff because of spondylosis. സ്പോണ്ടിലോസിസ് മുഖേന നിങ്ങളുടെ കഴുത്തൊന്നും കനക്കാൻ പറ്റുന്നില്ലെങ്കിൽ, I can see the vertebrae over here because of wear and tear. You are even now we are wearing a collar. You cannot move your head. എനിക്ക് കാണാം ചില വ്യക്തികൾ അവരുടെ ഈ നട്ടലിന്റെ മുകളിലത്തെ അറ്റത്തുള്ള തേയ്മാന നിമിത്തം, കശേരുകളുടെ തേയ്മാന നിമിത്തം പെടലി അനക്കുമ്പോൾ അതിവേദന അനക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കോളർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. Some will say, how do you see? Some will say, how do you see, Tangu brother? ചിലർ ചോദിക്കുന്നു, തങ്കു ബ്രദർ സ്റ്റുഡിയോയിൽ നിന്ന് അങ്ങനെ ഇത് കാണുന്നു. In the spirit, ദൈവത്തിന്റെ ആത്മാവിൽ we can walk into any place. ഏത് സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റും. This is a lady who is seated in a chair, armchair. ഞാൻ കാണുന്നത് ഒരു സഹോദരിയാണ്, ഒരു കൈയുള്ള ഒരു കസേരയിൽ ഇരിക്കുകയാണ്, ഈ കോളറൊക്കെ ഇട്ട്. Because of that, not only the leg, but if you move even like electricity, hand, the nerves are getting shocks. ഇത് കാരണം തല ഇങ്ങനെ തിരിക്കാൻ മേലെന്ന് മാത്രമല്ല, നിങ്ങളുടെ രണ്ട് കൈകളിലേക്കും അതിഭയങ്കര തീവ്ര വേദന വന്ന് വേദനയും കരണ്ട് അടിക്കുന്ന പോലെ തല അനക്കുമ്പം പെരുക്കുകയാണ്. Someone is telling in their heart, why is not he telling about me? I'm going to talk about you. There is someone whose belly is becoming bigger, and because of that they don't know what is the cause. No cause, but because of that they are breathing problems. ഇത് പറയുമ്പോൾ വേറെ ആരോ എന്റെ കാര്യം കൊണ്ടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞു. മറ്റൊരാളെ കർത്താവ് കാണിക്കുന്നത് വയറിങ്ങനെ ആവശ്യമില്ലാതെ വീർത്ത് വരികയാണ്. എത്ര ചെക്ക് ചെയ്തിട്ടും അതിന്റെ കാര്യം പിടികിട്ടുന്നില്ല. ഇതിന് വയറ് വീർത്തിട്ട് ഭയങ്കര ശ്വാസമുണ്ട്. നിങ്ങൾ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. This pain over here, not only on the vertebrae, on the left side behind your head, on the nerve here. It's not on the vertebrae, it's here in this muscular area. ഈ നട്ടലിന്റെ മധ്യഭാഗത്തല്ല, അത് വേറെ ഒന്ന്, ഇത് വേറെ. ആ നേരെ പറഞ്ഞ അല്ലാത്ത വേറൊരു ഇത് ഈ ചെവിയുടെ ഒക്കെ അപ്പുറത്തായിട്ട് ആ വശത്ത് അതിഭയങ്കരമായ വേദന. It's been tormenting for over a week. ഒരാഴ്ചയിലധികമായി നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. And also the many pains, especially bone related sickness, and also there is someone with a very acute pain even now on the right lower back, on the right side. ഇത് കൂടാതെ ശരീരത്തിൽ ആകമാനം വിവിധ വേദനകൾ, അസ്ഥി സംബന്ധമായ ഭയങ്കര അസ്വസ്ഥതകൾ അനുഭവിക്കുന്നത്. അതുകൂടാതെ ഒരു കാര്യം കൂടെ കാണിക്കുന്നത്, പുറത്തിന്റെ വലതു ഭാഗത്ത് ലോവർ ബാക്കിലായിട്ടുള്ള പ്രയാസം. Are you ready? സൗഖ്യമാകാൻ തയ്യാറാണ്. These are some which I said, but don't think this is limited. If you want, you can be healed today. ചില കാര്യങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞു വന്നുകൊണ്ട് അത് പറയപ്പെടാത്തവരുടെ കാര്യമില്ലെന്നല്ല. അത് ദൈവാത്മാവ് ചില കാര്യങ്ങൾ കാണിച്ചു. ഇത് പറയുമ്പോൾ നിങ്ങൾ മറ്റേതൊരു രോഗത്താൽ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളാണ് സൗഖ്യം. Every home let the power and presence of God be filled. എല്ലാ ഭവനങ്ങളിലും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ അനുഗ്രഹവും നിറയട്ടെ. For in your presence there is healing divine. No other power can heal, Lord, but Holy Spirit,
Let your glorious presence എല്ലാ fill. ഭവനങ്ങളും കർത്താവേ നിന്റെ മഹത്വം ഇറങ്ങുന്നതിനായി സ്തോത്രം. Of mercy and grace, you are welcome in this place. You are welcome in this place. Every home be filled with the glorious presence. Everyone who is watching us all over the world. ഓരോ ഭവനങ്ങളിലും ലോകമെങ്ങും ഞങ്ങളുമായി ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാ വീടുകളിലും ദൈവമഹത്വം ഇറങ്ങട്ടെ. ഓരോ വ്യക്തിയുടെ മേലും ദൈവമഹത്വം ഇറങ്ങട്ടെ. Close your eyes and say thank you, Jesus. കണ്ണുകൾ അടച്ചുകൊണ്ട് കർത്താവിന് സ്തുതി അർപ്പിച്ചാട്ടെ. Not only healing, but there is something, restoration of homes, restoration of families, because in His presence is the fullness of everything. ശാരീരിക രോഗസൗഖ്യങ്ങൾ മാത്രമല്ല, തകർന്ന കുടുംബജീവിതങ്ങൾ ഒന്നിക്കുന്നു. കുടുംബത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകുന്നു. കാരണം എന്റെ കർത്താവ് സകലത്തെയും പുതുതാക്കുന്നവനാണ്. If you cannot place your hand wherever you are sick, ask someone to help you to place the hand. നിങ്ങളുടെ കൈ ഒന്നെടുത്ത് രോഗമുള്ള ഭാഗത്ത് വെക്കാൻ പോലും നിങ്ങളുടെ കൈക്ക് മേലെങ്കിൽ ഈ സമയത്ത് വീട്ടിലുള്ള മറ്റൊരാളോട് പറഞ്ഞാട്ട് എന്റെ മേലൊന്ന് കൈവെക്കും. Many of the eye problems are getting healed. കണ്ണുകളുടെ എല്ലാ പ്രയാസങ്ങളും സൗഖ്യമാണ്. Ear problems are getting sick. ചെവികൾ സൗഖ്യമാണ്. I can see someone with a ear problem. You know, it is pus coming out and it dries up and it does not look good. It's always flakes coming out of your right ear. വലത്തെ ചെവിയിൽ നിന്ന് പഴുപ്പൊഴുകയും പിന്നീട് അത് ഉണങ്ങിയിട്ട് ഫ്ലേക്കുകൾ പോലെ ആവുകയും ഇത് ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നു. Oh, that a healing is happening. മഹത്വമേറിയ സൗഖ്യം സംഭവിക്കുന്നു. And Jesus, oh Jesus, Jesus, oh Jesus, Jesus, oh Jesus, your presence makes me whole. And Jesus, place your hand wherever you are sick. നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ളിടത്ത് കൈവച്ചാട്ട്. We are agreeing with you. നിങ്ങൾ കൈവച്ചിരിക്കുന്ന നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തോടുകൂടെ, നിങ്ങളുടെ വിശ്വാസത്തോടുകൂടെ ഞങ്ങളും പങ്കുചേരുകയാണ്. Many of you will feel the hand of Jesus coming upon your hand. നിങ്ങൾ കൈവച്ചിരിക്കുന്ന നിങ്ങളുടെ കൈയുടെ മുകളിൽ യേശുവിന്റെ ആ കരം വരുന്നത് നിങ്ങളിൽ പലരും And അനുഭവിക്കും. right under your hand you will feel the healing, the tumors vanishing, നിങ്ങളുടെ കൈകളുടെ കീഴിൽ തന്നെ the bones moving, ആ the ട്യൂമറുകൾ vertebrae moving. മാറിപ്പോകുന്നത് നിങ്ങൾ അറിയും. അസ്ഥികൾ അതിന്റെ സ്ഥാനത്ത് വരുന്നത് നിങ്ങൾ അറിയും. Discs will rotate and go back into position. യേശുവിന്റെ നാമത്തിൽ ഓരോ അവയവങ്ങളും അതിന്റെ സ്ഥാനത്തേക്ക് മടങ്ങി പോകട്ടെ. Father, we come as one in your presence. പിതാവേ, ഇപ്പോൾ ഞങ്ങൾ ഒരു മനസ്സോടെ ഞങ്ങളുടെ സന്നിധിയിൽ വരികയാണ്. All those who are standing and all who are here and all those who are in the homes, come on, let us be in one mind for the healing. ഇന്ന് ഇപ്പോൾ ഈ സ്റ്റുഡിയോയിൽ നിൽക്കുന്ന എല്ലാവരും, കൂടാതെ ആ ഭവനങ്ങളിലുള്ള എല്ലാവരും, ലോകമെമ്പാടുമുള്ള നമുക്ക് ഒറ്റ മനസ്സോടെ ഒരേ ആത്മാവിൽ സൗഖ്യത്തിനായിട്ട്. Come on, torch bearers, start praying. ഇപ്പോൾ തന്നെ എല്ലാ ടോർച്ച് ബെയറേഴ്സും ആയിരിക്കുന്ന സ്ഥലത്ത് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാണ്. All the TNTs all around the world, come on, join me in praying. ലോകമെമ്പാടുള്ള TNTs എന്നോട് ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുക. We want to see them free.
നമുക്ക് കാണണം ഈ കഷ്ടപ്പെടുന്ന ജനങ്ങൾ വിടുതലാണ്. In the name of Jesus, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ we command total healing, ഞങ്ങൾ കൽപ്പിക്കുന്നു പൂർണ്ണ സൗഖ്യമാകട്ടെ, total restoration. പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ. Jesus is the healer. യേശുവാണ് സൗഖ്യദായകൻ. Jesus is the savior. യേശുവാണ് രക്ഷകൻ. He saves. അവൻ രക്ഷിക്കുന്നു. Jesus saves. യേശു രക്ഷിക്കുന്നു. Jesus saves. യേശു സൗഖ്യമാക്കുന്നു. Jesus heals. യേശു സൗഖ്യമാക്കുന്നു. Jesus heals. യേശു സൗഖ്യമാക്കുന്നു. Jesus saves. യേശു രക്ഷിക്കുന്നു. Be healed in Jesus' name. യേശുവിൻ നാമത്തിൽ സൗഖ്യം Be പ്രാപിക്കുക. set free in Jesus' name. യേശുവിന്റെ നാമത്തിൽ വിമോചിതനാകുക. We break every bondage in the name of Jesus. യേശുവിൻ നാമത്തിൽ എല്ലാ പൈശാചിക കെട്ടുകളെയും ഞങ്ങൾ പൊട്ടിക്കുന്നു. Be free in Jesus' name. യേശുവിൻ നാമത്തിൽ സൗഖ്യം We പ്രാപിക്കുക. stand under the anointing. യേശുവിൻ അഭിഷേകത്തിൽ ഞങ്ങൾ We നിൽക്കുക. stand on the authority. ആ അധികാരത്തിൽ ഞങ്ങൾ നിൽക്കുക. And we command, ഞങ്ങൾ കൽപ്പിക്കുന്നു. let the people go free in Jesus' ജനങ്ങൾ name. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിമോചിതരാകട്ടെ. Let the people go free in Jesus' യേശുവിൻ name. നാമത്തിൽ ജനങ്ങൾ സൗഖ്യമാകട്ടെ. And holy, check your bodies right away. ഇപ്പോൾ തന്നെ ശരീരങ്ങളെ ചെക്ക് ചെയ്താട്ടെ, ചാടി എഴുന്നേറ്റാട്ടെ. Whatever had to be done in the name of Jesus has been done. യേശുക്രിസ്തുവിന്റെ നാമം പ്രഘോഷിക്കപ്പെട്ടപ്പോൾ തന്നെ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. Now it is you who have to take it and start doing, meaning it should be a response to see if you are healed or not. ഇപ്പോൾ നിങ്ങളാണ് അത് എടുത്ത് വിശ്വാസത്താൽ ആ കേട്ടതിനോട് പ്രതികരിക്കേണ്ടത്. നടക്കുക, ചെയ്യുക, അപ്പോൾ ദൈവ പ്രവർത്തിക്കുക. There was a man who came with a withered hand. ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന ഒരു വ്യക്തിയുടെ വരണ്ട കൈ ഇങ്ങനെ ചുരുണ്ടിരുന്ന കാര്യം. Jesus said, come on, stretch your hand. യേശു പറഞ്ഞു, നീ കൈ നീട്ടുക. If he did not stretch, അവൻ അപ്പോൾ അത് നീട്ടിയില്ലായിരുന്നെങ്കിൽ he would go back like this. ഇങ്ങനെ തന്നെ വീട്ടിൽ തിരിച്ചു പോയത്. The word was spoken, വചനം പ്രഘോഷിക്കപ്പെട്ടു, but he did not try it. അവനത് ചെയ്തില്ലായിരുന്നെങ്കിൽ. Try it out. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ കരം ഉയർത്താൻ മേലാത്ത കൈ ഉയർത്തണം. എന്താണോ ചെയ്യാൻ മേല And start sending in testimonies. Something awesome. ഇപ്പോൾ തന്നെ Creative miracles are happening right now. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ സാക്ഷ്യങ്ങൾ നിങ്ങൾ അയച്ചു. Hallelujah. ഹല്ലേലൂയ. We are going to continue the word, and this word which I am sharing for the past 2-3 weeks കഴിഞ്ഞ 2-3 ആഴ്ചകളായി നമ്മൾ സംസാരിച്ചു വന്ന അതേ വചനം is to how to keep up that vibrance, that faith, never to go back but push forward every day. ഓരോ ദിവസവും ആ വിശ്വാസത്തിലൊട്ടും മടുത്ത് പിന്നോട്ട് പോകാതെ മുമ്പോട്ട് കുതിച്ചു മുന്നേറാൻ എങ്ങനെ സാധിക്കും? Some people ask me, how are you still in 25 years? How you are still bubbling and bubbling? ചെല്ലു എന്നോട് ചോദിക്കാറുണ്ട്, നമുക്ക് പറഞ്ഞ ആകെ 25 വയസ്സേ ആയിട്ടുള്ളൂ ഇപ്പോഴും. 25 years of faith, how are you consistent? ഈ 25 വർഷം വിശ്വാസത്തിലായിട്ട് എങ്ങനെ ഇങ്ങനെ ശക്തിയോടെ നിലനിൽക്കുന്നു? How are you still progressing, for going forward with the same zeal, same passion, without any change at all? പഴയ ശക്തിയോടെ പഴയ ദൈവകൃപയോടെ എങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു? How can it happen? എങ്ങനെ ഇത് സംഭവിക്കും? And that is why we are sharing this word. This is my life. ഇതെന്റെ ജീവിതമാണ്, അതുകൊണ്ടാണ് ഇത് ഞാൻ സംസാരിച്ചത്. I have never lost the hope of the coming of Jesus Christ. അതിന്റെ കാരണം, എന്റെ ഉത്സാഹം നഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം, ഒരിക്കലും യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് അതിൽ നിന്ന് എന്റെ കണ്ണ് ഒരിക്കലും മാറിയിട്ടില്ല. I know that I am temporary on this earth. I am on a mission, and my life eternal is more real than over here. എനിക്ക് ഒരു കാര്യം വളരെ ഉറപ്പാണ്, ഞാൻ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ മാത്രം ഈ ഭൂമിയിൽ അയക്കപ്പെട്ടവനാണ്. ഈ ദൗത്യം പൂർത്തീകരിച്ച് ഞാൻ പോകേണ്ടിടത്തേക്ക് പോകും. Some group I meet many groups every day. ഞാൻ പലപ്പോഴും പല ഗ്രൂപ്പുകളെയും ഓരോ ദിവസം കാണാം. They say, why are you so outspoken? How does the boldness come? പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ തങ്കുബ്രത്ര ധൈര്യത്തോടെ എങ്ങനെ കാര്യങ്ങൾ പറയുന്നു? Very simple. അതിന് വളരെ സിമ്പിൾ ആണ്. I am on a mission.
ഞാൻ ഒരു ദൗത്യത്തിലാ. And I have Jesus, God, who is my shield and my savior. മാത്രമല്ല എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്, യേശു ക്രിസ്തു എന്റെ പരിചയമായി എന്റെ മുമ്പിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ I don't trust in man, I don't trust in money, I don't trust anyone. My trust is in God who has sustained me and preserved me till today. മനുഷ്യനിലല്ല, പണത്തിലല്ല, സംഘടനയിലല്ല, മറിച്ച് എന്നെ അയച്ച ഒരു കർത്താവ് എനിക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്നെ കൊണ്ട് പൂർത്തിയാക്കും. I know and I know that Jesus is not somewhere lying in a grave. He is alive and seated at the right hand of the Father. എനിക്കറിയാം ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് എവിടെയോ ഒരു കല്ലറയിൽ കിടക്കുന്ന വ്യക്തിയല്ല, മറിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നെ മുൻപോട്ട് നയിക്കുന്നു. And he is alive and he said, I will be with you forever. ആ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ അന്ത്യത്തോളം ഉണ്ടായിരിക്കും. And that is something very real for me. അത് എന്നെ സംബന്ധിച്ച് വളരെ റിയൽ ആണ്. Even if I feel it or not, I know and I know he is with me. ചില സമയത്ത് കർത്താവ് കൂടെ നിൽക്കുന്നതായിട്ട് എന്റെ മനസ്സിന് തോന്നിയാലും തോന്നിയില്ലെങ്കിലും അവൻ എന്റെ കൂടെ തന്നെയുണ്ട്. I want to encourage every believer here. I want to encourage everyone who is a new creation. Let not your mind be set on earth. Let your mind be set in heaven at the coming of our Lord. Fighting a good fight of faith, but holding on to eternal life. ആകയാൽ എന്നെ കേൾക്കുന്ന ഓരോ വിശ്വാസിയോട് ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ താഴെയുള്ളതിൽ നിങ്ങളുടെ മനസ്സിനെ വെക്കരുത്, മറിച്ച് ഉയരത്തിലുള്ളത് ചിന്തിച്ച് കർത്താവിന്റെ വരവിൽ നിങ്ങൾ പൂർണ്ണ സമർപ്പണം ചെയ്താൽ ഈ ലോകത്ത് നിങ്ങൾ ജയാളികളായി. See it in your spiritual eyes. See it, the reign that we are going to do with Jesus in eternity. ആ നിത്യത വരെയും കർത്താവായ യേശു ക്രിസ്തുവിനോട് നമുക്ക് സംഭവിക്കുന്ന വാഴ്ച വിശ്വാസ കണ്ണുകളാൽ ഇപ്പോൾ തന്നെ കണ്ടുകൊണ്ട് വേണം ഇവിടെ പോകുവാൻ. The Bible says in Hebrews 11:13, they all died, or Abraham, or all these great men of God in the Old Testament, they all died in faith, but never received the promise, but having seen them from afar. എബ്രായ ലേഖനത്തിൽ 11:13 വായിക്കുന്ന അവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല, ദൂരത്ത് നിന്ന് അത് കണ്ടും അഭിമന്ദിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ലോകത്ത് പരദേശികളാണെന്ന് ഏറ്റുപറഞ്ഞു. The promise of the Savior they heard, they did not enjoy. The promise of the land Canaan they heard, but they did not enter. Yet they saw it from afar. Canaan was not 500 meters away. How did they see? ആ യേശു ക്രിസ്തുവിനെ കുറിച്ച്, രക്ഷകനെ കുറിച്ചുള്ള വാഗ്ദത്തം അവർക്ക് ലഭിച്ചെങ്കിലും അവർക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ കനാനിലും ഇതുവരെ അവർ എത്തിയിട്ടില്ലാത്ത സമയത്തെ കുറിച്ചാണ് പറയുന്നത്. ആ കനാൻ 500 മീറ്റർ അപ്പുറത്തല്ലെന്ന് ഓർക്കണം, മൈലുകൾ അപ്പുറത്താണെങ്കിലും അവർ ദൂരത്ത് നിന്ന് അത് കണ്ടു. എങ്ങനെ കണ്ടത്? How did they see? What was them that pressing on? എങ്ങനെയായിരുന്നു ആ കാണുവാൻ അവരെ പ്രേരിപ്പിച്ചത്? എന്തുകൊണ്ട് അവർ മടുക്കാതെ മുമ്പോട്ട് പോയി? Just imagine the man called Joseph, he died. He is telling the people, don't bury my bones here, take it to Canaan. How come he knew that God is going to perform? ഈജിപ്തിലായിരുന്ന കാര്യത്തെ ജോസഫിന്റെ വിശ്വാസം എന്ന് ഓർത്ത്, എന്റെ ശവം ഇവിടെ ഈജിപ്തിൽ അടക്കരുത്, നമ്മളുടെ ദൈവം നമ്മുടെ നാട് നമുക്ക് തരും, ആ കനാനിൽ എന്നെ അടക്കണമെന്ന് പറയണമെങ്കിൽ ജോസഫിന്റെ അകത്ത് വ്യാപരിച്ച വിശ്വാസം കാഴ്ച. He was sure and that sure. He saw Canaan even while in Egypt. ഈജിപ്തിലായിരുന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ജോസഫിന് വളരെ ഉറപ്പായിരുന്നു. കാരണം താൻ കണ്ടു, ദൂരത്ത് നിന്ന് കണ്ടു. If only every believer would realize that even when we finish our assignment here and are buried here, Amen, we will not be set over here. Amen. Our lowly bodies will be transformed. God loves us so much that he will not leave even the body over here, but take us to eternity. That is the hope that presses us forward. ജോസഫിന് തന്റെ ശരീരം ഈജിപ്ത് ദേശത്ത് കിടക്കില്ല, മറിച്ച് തന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിൽ എത്തുമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന വാഗ്ദത്തം ചെയ്തവനുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ അവസാനിക്കില്ല, ഞാൻ ഉയരത്തിലേക്ക് എടുക്കപ്പെടുമെന്ന വാഗ്ദത്തത്തിൽ നമുക്ക് ഉറയ്ക്കാം. If you have that hope, you will never compromise with the world. If you have that hope, you will never be afraid of any man on earth. You know that he who said that he lives in me, God lives
lives in me. I am on an assignment. I am a pilgrim. I am some stranger on this earth. I know my eternal home is with Jesus. ഈ വാഗ്ദത്തത്തിൽ ഉറപ്പുള്ള ഓരോ വിശ്വാസിയും ഓരോ വ്യക്തിയും അവൻ ആരെയും ഭയപ്പെടത്തില്ല, ഇവിടെ മടുക്കത്തില്ല. അവന് കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ് പൂർത്തീകരിച്ചുകൊണ്ട് മുമ്പോട്ട് അവൻ പോക തന്നെ ചെയ്യും. I know and I know that my permanent residence is not on this earth. I am sent by God and I am going back to God. This is my temporary place. എനിക്കറിയാം എന്റെ സ്ഥിരവാസം ഇവിടെയല്ല. ഞാൻ അന്യനും പരദേശിയും ഒരു ദൗത്യം പൂർത്തീകരിക്കാനുള്ള യാത്രക്കാരന് മാത്രമാ എനിക്ക് വേണ്ടി ഒരു സ്ഥിരവാസം, കൈകളാൽ തീർക്കപ്പെടാത്ത ഒരു നിത്യഭവനം ഉയരത്തിൽ ഉണ്ട് എന്ന് എനിക്കറിയാം. I know that the trumpet will blow. I know my Jesus will come in the clouds. I know that those who were dead in the grave will arise and we who are alive will be transformed. When my president, when my Lord, when my Savior, if he said he will come, he surely will come. എനിക്കറിയാം എന്റെ നാഥൻ, എന്റെ കർത്താവ്, എന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റായ എന്റെ യേശു തമ്പുരാൻ ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കാഹളനാദം എന്റെ കാതിൽ കേൾക്കും. എന്റെ പദ്ധതികൾ എന്നെ ഏൽപ്പിച്ചത് ഇവിടെ പൂർത്തീകരിച്ച് അവനോടൊപ്പം ഞാൻ എടുക്കപ്പെടും. എനിക്ക് ഉറപ്പാണ്. That is why I don't preach a religion, I preach spirituality. അതുകൊണ്ടാണ് ഞാനൊരു മതത്തെയല്ല പ്രസംഗിക്കുന്നത്, ആത്മീയതയാണ്. That is the foundation. അതാണ് ഇതിന്റെ അടിത്തറ. If you believe, that is why in 1 Corinthians chapter 15 verse 19 the word says, if your faith in Christ is for only this world, you are the most pitiable. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15:19 പറയാണ്, നിങ്ങൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ട് നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര. Pitiable. ഓ അരിഷ്ടം, നിങ്ങളുടെ സഹതാപം തോന്നുന്നു നിങ്ങൾ. That is why we are fighting against each other. That is why we have lost that personal relationship with the Holy Spirit for which Jesus died. Jesus died for the sin. Why? So that the fellowship with him will be restored. അതുകൊണ്ടാണ് ആ ഒരു വലിയ കാഴ്ചപ്പാടില്ലാത്തപ്പോഴാണ് നമ്മൾ തമ്മിൽ പോരാടുകയും ചെറിയ കാര്യങ്ങളോട് യേശു കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവൻ നൽകിയത് ഉന്നത പദ്ധതിയില്ല. People say Jesus died for the sin. Yes, he died for the sin. Why? ജനങ്ങൾ പറയും യേശു നമ്മുടെ പാപം വിമോചിക്കാനാ മരിച്ചത്. കറക്റ്റ് ആണ്. പക്ഷെ എന്തിന് പാപം വിമോചിച്ചു? Why? എന്തിനു വേണ്ടി? So that he can talk to us and we can listen. We can talk, he will listen. To restore the fellowship that he had in the Garden of Eden when he the creation was made. എന്തിന് പാപം മോചിച്ചു? പാപമായിരുന്നു എനിക്കും ദൈവത്തിനും തമ്മിലുള്ള ആശയ സംവാദത്തിന് ഇടയിൽ തടസ്സം നിന്നിരുന്നത്. എന്നാൽ പാപം പോയപ്പോൾ എനിക്കിപ്പോൾ ദൈവത്തെ കേൾക്കാം, ദൈവം പറയുന്നത് എനിക്ക് കേൾക്കാം. ചുരുക്കി പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ആ കമ്മ്യൂണിക്കേഷനിലേക്ക്, ഫെലോഷിപ്പിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ആ ബന്ധത്തിലേക്ക് യേശുവിനെ മടക്കിക്കൊണ്ട്. They died in faith, did not receive the promises, but having seen them afar. What is faith? എബ്രായ ലേഖനം 11:13 നമ്മളിങ്ങനെ വായിക്കുന്ന, വിശ്വാസത്താൽ അവർ അത് ദൂരത്ത്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നത് കണ്ട് അഭിമന്ദിച്ചു ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളെന്ന് ഏറ്റുപറഞ്ഞു. They confessed. അവർ ഏറ്റുപറഞ്ഞു. They confessed their faith. അവരവരുടെ വിശ്വാസം ഏറ്റുപറഞ്ഞു. They did not confess, oh, what will happen? Tomorrow what will? No, they kept confessing that he who promised is faithful, he will perform. അവരെ ഏതോ നിരാശയുടെ വാക്കുകൾ, അയ്യോ നാളെ എന്തായി തീരും, അതെന്താവും, ഇതൊന്നും അവർ പറഞ്ഞില്ല. മറിച്ച് അവരെന്താണ് മുമ്പിൽ കണ്ടത് അതിനൊത്തോണം അവർ ഏറ്റുപറഞ്ഞു. Faith is the substance. വിശ്വാസം എന്നത് ഒരു സബ്സ്റ്റൻസ് ആണ്. Things hoped for. ഞാൻ പ്രത്യാശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പായ വസ്തുവാണ്. It is the evidence of things which are not seen. അത് കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ്, എവിഡൻസ് ആണ്, തെളിവാണ്. But here it says they saw. എന്നാൽ ഇവിടെ പറയുന്നു അതവർ കണ്ടു. Hope sees. ആ ഹോപ്പ് എന്ന് പറയുന്ന, പ്രത്യാശ എന്ന് പറയുന്നതിന് കാഴ്ചയുള്ളതാ, മുമ്പോട്ട് നോക്കി കാണുന്നു. Hope assures. മാത്രമല്ല പ്രത്യാശ എന്ന് പറയുന്ന ഉറപ്പ് തരുന്ന. Seeing them from afar
they assured themselves അവര് ആ ദൂരത്തു നിന്ന് അത് കണ്ടിട്ട് തങ്ങൾക്ക് തന്നെ അവർ ഉറപ്പ് കൊടുത്തു. and embraced. ഇംഗ്ലീഷിൽ പറയുന്നത് അത് ദൂരത്ത് നിന്ന് കണ്ട് അഭിമന്ദിച്ചെന്ന മലയാളത്തിൽ. എംബ്രേസ് അതിനെ പുണർന്നെന്ന, പണ്ടേ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ന് നിന്നുകൊണ്ട് പുണർന്നു. They embraced Jesus Christ their Savior by faith. വിശ്വാസത്താൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരെ യേശു ക്രിസ്തുവിനെ അന്ന് നിന്നുകൊണ്ട് എംബ്രേസ്. Just imagine. ചിന്തിച്ചു നോക്കിയേ. Today they heard, yesterday they heard and yet they embraced by faith. But today he is real and we don't need him. ആ യേശു ക്രിസ്തുവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശ്വാസത്താൽ അവരിൽ പലരും ആ യേശു കർത്താവിനെ എംബ്രേസ് ചെയ്തു. ഇന്ന് അവൻ നമ്മുടെ മുമ്പിൽ നിന്നിട്ടും പലരും എംബ്രേസ് ചെയ്താൽ നിരാശയുടെ വാക്കുകളാണ് പറയുന്നത്. They embraced and confessed they were strangers, meaning to say things here are not important. Things which are spoken, which cannot be seen, is more important. In that case, my dear believer, how more real is Jesus now? Jesus now. That we don't pay importance to the world's negativity that is around, but we trust and believe and embrace him who died for us and he is alive. അന്ന് അവരത് കാണാതെ തന്നെ ഒരു വാഗ്ദത്ത മശിഹായെ കുറിച്ച് മാത്രം കേട്ടവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശ്വാസ കണ്ണാൽ ദൂരത്ത് നിന്ന് കണ്ടും അവനെ പുണർന്നും അവർ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞെങ്കിൽ ഇന്ന് എത്രയധികം ആ യേശു നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അന്യരും പരദേശികളും വന്ന് ഈ ലോകത്തിലെ പ്രതിസന്ധികൾ ഏതുമാകട്ടെ അതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ, അതിന്മേലൊന്നും കണ്ണുടക്കാതെ, അവിടെ ഒന്നും പേടിക്കാതെ ഈ നാഥനെ പുണർന്നുകൊണ്ട് വരാൻ പോകുന്നതിനെ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിന്റെ മക്കളാണ്. Oh, he said that, I said that, he did not smile, so I am going. My dear, stop. ഓ, അദ്ദേഹം അത് പറഞ്ഞു, ഇയാൾ ഇത് പറഞ്ഞു, എന്നെ കണ്ട് ദൈവദാസൻ ചിരിച്ചില്ല. എന്തായി പറയുന്നേ? Hold on to Jesus. യേശുവിനെ മുറുകെ പിടിക്കുക. Keep confessing. ആ മുറുകെ പിടിച്ചുകൊണ്ട് വായിൽ കൂടെ ഏറ്റു പറയുക. Today is by faith, but tomorrow it is going to be real when he is going to embrace us. Oh, good and faithful servant, you were my good testimony on earth. ഇന്നത് വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാണ്. പക്ഷെ നാളെ അത് ഞാൻ യഥാർത്ഥമായി അവൻ എന്നെ പുണർ, ഇന്ന് ഞാൻ അവനെ പുണർന്നെങ്കിൽ അന്ന് അവൻ എന്നെ പുണർന്നുകൊണ്ട് വിശ്വസ്തനായ ദാസനെ എന്ന് വിളിക്കും. That is why the Bible says, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, those people who saw without seeing, കാണാതെ വിശ്വസിച്ച അവർ, they saw from afar, meaning they could not see, they were trying to see. അവര് ദൂരത്ത് നിന്ന് അത് വാസ്തവത്തിൽ അവര് കണ്ടില്ല, അവര് കാണാൻ നോക്കുകയായിരുന്നു. Without seeing they embraced, without seeing they confessed, without seeing they trusted. കാണാതെ അവർ പുണർന്നു, കാണാതെ അവരെ ഏറ്റുപറഞ്ഞു, കാണാതെ അവരെ ആശ്രയിച്ചു. The Bible says, ബൈബിൾ പറയുന്നു, so God was not ashamed to be called their God. അതുകൊണ്ട് അവരുടെ ദൈവമാണ് താൻ എന്ന് പറയുവാൻ ദൈവം ലജ്ജിച്ചില്ല. God did not see their weakness. God did not see their all what they did nonsense. God was proud about them and said, I am their God. I am the God of Abraham. ദൈവം അവരുടെ ബലഹീനതകൾ പലരും കണ്ടു, പക്ഷെ അതേ നോക്കിയില്ല. അവർക്ക് പല കുറവുണ്ടായിരുന്നു, അവർക്ക് വീഴ്ചകൾ പറ്റി, പക്ഷെ അതല്ല നോക്കിയ തന്നിലുള്ള വിശ്വാസത്താലുള്ള അവരുടെ ആശ്രയം, അവരുടെ ഏറ്റുപറച്ചിൽ കണ്ടപ്പോൾ ദൈവം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇവന്റെ ദൈവമായി. Look at Abraham, not perfect. Look at David, not perfect. But God says, I am God of Abraham. അബ്രഹാമിനെ നോക്കിയേ, മുട്ടിന് പ്രതിസന്ധികളും വീഴ്ചകളും ഉണ്ട്. ദാവീദിനെ നോക്കി, ആരെ നോക്കിയേ, പക്ഷേ ദൈവം പറയാണ്, അവന്റെ ദൈവമാണ് ഞാൻ. Today, ഇന്ന് much more, അതിലധികം, who are cleansed by the blood of Jesus, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട നമ്മളെ കുറിച്ച് എത്രയധികം, those who have received eternal life, that we may have that intimate relationship with Jesus. യേശു ക്രിസ്തുവുമായി ഈ അവർക്ക് കിട്ടിയ ബന്ധമല്ല, ആ ഉറ്റ ബന്ധം ലഭിച്ച നമ്മളെ കുറിച്ച് എത്രയധികം. That is why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, for God so loved the earth, the world,
ദൈവം ഈ ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു that he sent his son, തന്റെ ഏകജാതനായ പുത്രനെ അയച്ചു. that those who believe in him അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും will have present tense eternal life. അവന് നിത്യജീവൻ ഉണ്ടാകണം. അവിടെ വർത്തമാന അനുഭവം പറയുന്നത് നിത്യജീവൻ ഇവിടെ വെച്ചുണ്ടാകുവാൻ തന്നെയാണ്. The Bible does not say they will have eternal life in the future. ഭാവിയിൽ നിത്യജീവൻ അവർക്ക് ലഭിക്കുമെന്നല്ല പറഞ്ഞത്. അവർക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം അവരെ സ്നേഹിച്ചു. Why was eternal life given? എന്തുകൊണ്ട് നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ തന്നു? John 17:3, the Bible says, Jesus said that they may know you. Knowing is the most intimate word written in the Bible. യോഹന്നാൻ 17:3 എന്തെന്നാൽ അവർ നിന്നെ അറിയേണ്ടതിന്, അറിയുക എന്നുള്ളതാണ് ഈ പുതുനിയമത്തിലെ ഏറ്റവും intimate intimacy. The Bible says till Jesus was born, Joseph did not know Mary, that he never knew Mary intimately. Same word is saying when the eternal life has come, we know him, meaning that personal relationship. I cannot live. That is why Jesus said, without you, without me, come on, abide in me, be one with me, be glorious. That will give you the hope and reality of the spiritual world. അവിടെ അറിയുക എന്ന വാക്ക് കേവലം ഒരു അറിവല്ല. അതുകൊണ്ടാണ് ജോസഫ് മറിയെ, ആ ആദ്യജാതനായ മകൻ ജനിക്കുവോളം ജോസഫ് മറിയെ അറിഞ്ഞില്ല, പരിഗ്രഹിച്ചില്ല എന്ന ബന്ധത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ പ്രിയരെ, ഈ കർത്താവ് നമ്മളെ വിളിച്ചത് കേവലം ഒരു അറിവല്ല, ആ കർത്താവിനെ ആഴത്തിൽ അറിഞ്ഞ, അതുപോലെ ഇന്റിമസി തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തെക്കാൾ അധികം തമ്മിൽ അറിയുന്ന ആഴമേറിയ അറിവാണ്. When you have that personal relationship, ആ വ്യക്തിപരമായ ആ ബന്ധം നിങ്ങൾക്കുണ്ടാവും. Some people ask, how, why? പലരും ചോദിക്കും, എങ്ങനെ ഇത് പറ്റും, എന്തുകൊണ്ട്? Because I know. എനിക്കറിയാം. This is the beginning. ഇതതിന്റെ തുടക്കമാണ്. But this will go beyond the grave. എന്നാൽ ഈ അറിവ് ഇവിടം കൊണ്ട് തീരത്തില്ല. This relationship, ഈ ബന്ധം ഇവിടം കൊണ്ട് തീരില്ല, നമ്മുടെ കല്ലറയ്ക്കപ്പുറത്തേക്ക് പോകുന്നത്. The Bible says in 1 Peter chapter 1 and verse 7. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. It is talking about being born again. In verse 3 to 5, it's talking about being born again by the resurrection of Jesus. അതിന്റെ 1 പത്രോസ് 1:3 മുതൽ 5 വരെ തന്റെ പുനരുത്ഥാനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. Those who are tuned in for the first time today, you can have this personal relationship with Jesus. The moment you say, Jesus, you are my Lord. ഇന്ന് ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാവുന്ന ഒരു പരിശുദ്ധാത്മാവൻ സഹോദര, നിനക്കിന്ന് യേശുക്രിസ്തുമായി ദൈവമായിട്ട് ഈ ആഴമേറിയ ബന്ധത്തിലേക്ക്, വ്യക്തിബന്ധത്തിലേക്ക് വരാൻ പറ്റും. അതിന് ചെയ്യേണ്ടത്, യേശുവേ എന്റെ ഉള്ളിലേക്ക് വരണമേ, കർത്താവിനെ വ്യക്തി ജീവിതത്തിലേക്ക് ക്ഷണിക്കുക മാത്രം ചെയ്താൽ. That is why Peter says you were born again. 1 Peter chapter 1 and verse 3. അതുകൊണ്ടാണ് 1 പത്രോസ് 1:3 നമ്മുടെ കർത്താവായ അവൻ മരിച്ചവരുടെ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. മലയാളത്തിൽ അത് മാറ്റിയാണ് എഴുതിയിരിക്കുന്നത്. മലയാളം പോലെ തന്നെ വായിച്ചേ. മലയാളത്തിൽ വായിക്കുമ്പോൾ എന്തിനു വേണ്ടി എന്നുള്ളത് ഇടയ്ക്ക് ഒത്തിരി നീട്ടി പറയുന്നുണ്ട്. പുനരുദ്ധാനത്താൽ തന്റെ കരുണാദി പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ് വീണ്ടും ജനിപ്പിച്ചത്. When a person is born again, ഒരു വ്യക്തി ക്രിസ്തുവിനെ വിശ്വസിച്ച പുതുജനന അനുഭവം പ്രാപിക്കുമ്പോൾ, he knows the reality of the relationship now with Jesus and with God the Father. യേശുക്രിസ്തുവുമായിട്ടും പിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അർത്ഥം തനിക്ക് മനസ്സിലാവും. And then a genuine hope come, not genuine faith, genuine hope. Faith for now, hope seeing the arrival of Jesus. വീണ്ടും ജനിക്കുന്ന സമയത്ത് ഒരു പുതിയ പ്രത്യാശ, ഒരു വ്യക്തമായ പ്രത്യാശ. വിശ്വാസം എന്നത് ഇന്നത്തേക്കാണ്, ഇപ്പോൾ ആക്ട് ചെയ്യുന്നതാണ്. എന്നാൽ പ്രത്യാശ എന്ന് പറയുന്നത് നാളുകളിൽ നടക്കാൻ പോകുന്ന ആ ശുഭകരമായ ദൈവം വെച്ച കാര്യങ്ങൾ, യേശുവിന്റെ വരവിനെ ഇവിടുന്ന് നോക്കിക്കാണുന്ന പ്രത്യാശ. If you can read it, read it. This is something kept undefiled, kept for me, and I know. It is verse 5. ഈ പ്രത്യാശയെക്കുറിച്ച് തുടർന്ന് പറഞ്ഞ, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയമോ മാലിന്യമോ വാട്ടോ ഒന്നും വരാത്ത പ്രത്യാശയാണ്. Can you see it now? പോകാത്ത പ്രത്യാശ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? Can see you? ഇപ്പൊ കാണാൻ പറ്റും. Can. പറ്റും.
if the Old Testament saints could see it afar, you too can see it now from afar. യേശുക്രിസ്തുവിനെ നേരിൽ കിട്ടാത്ത പഴയ നിയമ വിശ്വാസികൾക്ക് അത് ദൂരത്ത് നിന്ന് കാണാനും പുണരുവാനും കഴിഞ്ഞെങ്കിൽ യേശുവിലായ നിങ്ങൾക്ക് ഇപ്പോഴേ നിന്നുകൊണ്ട് അത് വ്യക്തമായി കാണാൻ പറ്റും. That is why in verse 5 the Bible says, who are kept by the power of God through faith for salvation, ready to be revealed in the last time. That is the living hope. അതുകൊണ്ടാണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്ക്, meaning the fulfilling of the salvation. അതിന്റെ അർത്ഥം ഈ രക്ഷയുടെ പൂർത്തീകരണമാണ്. Salvation is a journey. രക്ഷ എന്ന് പറയുന്ന ഒരു യാത്രയാണ്. Just like they were delivered out of Egypt and brought to Canaan, today we are delivered out of the power of darkness for his eternal kingdom. But today we are on this earth as lights to declare there is eternity. ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് കനാനിൽ കൊണ്ടെത്തിയവരെയുള്ള ഒരു യാത്ര പോലെ തന്നെ നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നിത്യത വരെ കൊണ്ടുവന്ന ഒരു യാത്രയാണ്. പക്ഷെ ഇന്ന് നമ്മൾ എന്തിനീ ഭൂമിയിലായിരിക്കുന്നു? ആ നിത്യതയുടെ വെളിച്ചം കിട്ടിയ നമ്മൾ ഈ ലോകത്ത് നിത്യതയെക്കുറിച്ചുള്ള ബോധം മനുഷ്യർക്ക് കൊടുക്കുന്ന പ്രകാശങ്ങളാകുകയാണ്. But look, once they were delivered out of Egypt, they were kept by the power of God. നോക്കുക, ഈജിപ്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ട നാളുകൾ മുതൽ അവിടെ കയറിയ നാൾ വരെ അവർ ദൈവശക്തിയാൽ കാക്കപ്പെട്ടു. They were provided manna, they were given everything, they were surrounded by enemies, but nothing happened. Every obstacle that came, God himself intervened into it. അവരുടെ അപ്പവും അവരുടെ ഉടുക്കാനും എല്ലാം വേണ്ടത് അതാത് സമയത്ത് നൽകപ്പെട്ടവരെ പ്രൊവിഷൻ കൊടുത്തു. മാത്രമല്ല ചുറ്റുമുള്ള ജാതികൾ പല ശത്രുക്കൾ അവരെ തകർക്കാൻ നോക്കിയെങ്കിലും ഒരിടത്തും പെടാതെ അവരെ സൂക്ഷിച്ചു. ദൈവശക്തിയിൽ സൂക്ഷിച്ച് കാക്കപ്പെടുന്നവരായിരുന്നു അവർ. That was the shadow, but today we are living in it. God has purchased us not with gold or silver, but with the precious blood of Jesus. How much more will he keep you? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ ആ മരുഭൂമിയിൽ കാക്കപ്പെട്ട ആ ജനം അതൊരു നിഴല് മാത്രമായിരുന്നു. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കടാക്കളുടെയും രക്തത്താൽ ആ അറുത്ത് പെസഹ നാളിൽ പുറപ്പെട്ട ജനം അന്നത്തേതല്ല ഒരു നിഴല് മാത്രമായിരുന്നു. എന്നാൽ പൊരുളായ വാസ്തവമായ ദൈവപുത്രന്റെ യേശുക്രിസ്തുവിന്റെ രക്തമാകുന്ന വിലപ്പെട്ട റാൻസം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ട നിങ്ങളും ഞാനും നമ്മളെ എത്രയധികം അവൻ കാത്തു സൂക്ഷിക്കും. You will not be a failure, whether it be financial, let it be family, everywhere. You are kept by the power of God. If you can understand this only with the help of the Holy Spirit, only when you have fellowship with God. നിങ്ങളുടെ കുടുംബ ജീവിതമാകട്ടെ, നിങ്ങളുടെ സാമ്പത്തികമാകട്ടെ, നിങ്ങളുടെ ഒരു സ്ഥാനത്തും തകരാൻ സമ്മതിക്കത്തില്ല. എപ്പോഴാണ് അതിന്റെ സന്തോഷം ലഭിക്കുന്നത്? ഇതൊന്ന് അറിയണം. ക്രിസ്തുവിൽ ഞാൻ കാക്കപ്പെടുക, ദൈവശക്തിയിൽ ഞാൻ സൂക്ഷിക്കപ്പെടുക. I am not today when I stand over here, I know and I know it is by his grace, by his power that I am kept over here. ഇന്ന് ഒരു കാര്യം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം, അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രം എന്നെ സൂക്ഷിച്ചിരിക്കുക. അവൻ എന്നെ ഒരു യാത്രയിൽ കൊണ്ടുപോകുമ്പോൾ അവനാണ് എന്നെ സൂക്ഷിച്ചിരിക്കുക. I am kept, ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. because I am kept for a larger vision, that is to dwell and reign with him in eternity. ഞാൻ സൂക്ഷിക്കപ്പെട്ട എന്തിനു വേണ്ടിയാണ്? കാരണം ഒരു വിശാലമായ ഒരു വിളിയാണ് എനിക്കുള്ളത്. ഇവിടം കൊണ്ട് തീരുന്നില്ല. അവനോട് കൂടെ നിത്യമായി വാഴുവാൻ ഞാൻ വിളിക്കപ്പെട്ടവനാകിയാൽ അതുവരെയും എന്നെ സൂക്ഷിച്ച് പാലിക്കുക. Salvation which is going to be revealed. അതെ, വെളിപ്പെടുവാൻ പോകുന്ന രക്ഷ എന്നാണ് അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. Salvation which is going to be revealed when Jesus is going to come and transform my lowly body, completing the salvation even of the body. എന്റെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമേറിയ ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ അവൻ വെളിപ്പെടുന്ന ദിവസം വരെ രക്ഷയ്ക്കായി ദൈവശക്തിയിൽ അവൻ എന്നെ സൂക്ഷിക്കും. And then Peter says, തുടർന്ന് പത്രോസ് പറയുകയാണ്, in this living hope, ഈ ജീവനുള്ള പ്രത്യാശയിൽ, hope of eternity, that we are kept by the power of God for eternity, sealed by the Holy Spirit for redemption. വീണ്ടെടുപ്പിനായി മുദ്രയിടപ്പെട്ട നിത്യതയ്ക്കായി ഒരുക്കപ്പെട്ട സൂക്ഷിക്കപ്പെട്ട നമ്മൾ ഇതിൽ you greatly rejoice. അവിടെ now ഇപ്പോൾ നിങ്ങൾ അതിയായി ആനന്ദിക്കുന്നു. For a little while, if need be, you are grieved by various trials. Many challenges come, but in between you will dance and rejoice, because you know you will be kept in those trials. അതിൽ
നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ഇപ്പോൾ തന്നെ നിങ്ങൾ ആനന്ദിക്കുന്നു. In that, അതിൽ many challenges might come, but the living hope of eternity makes you dance, because I am seeing that I am being chosen for eternity, kept by the power of God. അതിൽ ഇവിടെ ഇപ്പോൾ ചില പ്രതിസന്ധികൾ പരീക്ഷകളൊക്കെ വന്നേക്കാം, പക്ഷെ ഞാൻ തുള്ളി ചാടി ആനന്ദിക്കുക. കാരണം എന്നെ നിത്യതയ്ക്കായി ജീവനുള്ള പ്രത്യാശയ്ക്കായി അവന്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കും. Because the Bible says, എന്നാൽ ബൈബിൾ പറയുന്നു, 1 Corinthians 10:13, the Bible says, 1 കൊരിന്ത്യർ 10:13 many temptations might come, but there is a way of escape, and that is my Jesus. അവിടെ പറയുന്ന പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഒരുക്കും. നിങ്ങൾക്ക് നടപ്പല്ലാത്ത പരീക്ഷ വന്നാൽ ഒന്നും പേടിക്കേണ്ട, പോക്കുവഴി ഒരുക്കും. Today, now. ഇപ്പോൾ new doors are going to open. നിങ്ങൾക്ക് വേണ്ടി പുതുവഴികൾ New things will happen in your life. പുതിയ കാര്യങ്ങൾ സംഭവിക്കുക. Whatever trial or tribulation which is in your mind, break it loose and say, I am kept by the power of God. I am kept by eternal life. Amen. I am preserved, sealed by the Holy Spirit. ഏത് പ്രതിസന്ധി പ്രശ്നങ്ങൾ വീട്ടിലോ നാട്ടിലോ സാമ്പത്തികത്തിലോ ശുശ്രൂഷയിലോ എവിടെ ഉണ്ടായാലും പതറരുത്. വചനം പറയുന്ന വിളിച്ചു പറയാ, ഞാൻ ദൈവശക്തിയിൽ സൂക്ഷിക്കപ്പെടുക. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി, ജീവനുള്ള പ്രത്യാശയ്ക്കായി അവൻ എന്നെ മുദ്രയിട്ടു, അവൻ എന്നെ വീണ്ടെടുത്തു, അവൻ എന്നെ സൂക്ഷിച്ച് കാത്തോണ്ടിരിക്കും. Hallelujah. ഹല്ലേലൂയ. The Bible says ബൈബിൾ പറയുന്നു, that the genuineness of your faith, being much precious than gold that perishes, though it is tested by fire, may be found to praise, honor and glory at my coming of Jesus തുടർന്ന് Christ. പറയാണ്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും. Gold will perish in fire. ഇവിടുത്തെ സ്വർണം തീയിൽ കത്തിപ്പോ. I will not perish. ഞാൻ നശിക്കത്തില്ല. He who believes in me will not perish, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും നശിക്കുകയില്ല, but will have eternal life. എന്നാൽ അവന് നിത്യജീവൻ ലഭിക്കും. Whatever happens, എന്തെല്ലാം my സംഭവിച്ചു, dance and rejoicing. എന്റെ നൃത്തം കുറയില്ല. Why? എന്തുകൊണ്ട്? Because my living hope is waiting for the appearing of my Lord and Savior. എന്റെ അകത്തുള്ള ജീവനുള്ള പ്രത്യാശയ്ക്ക് ഒരേ ഒരു നോട്ടമേ ഉള്ളൂ, എന്റെ നാഥന്റെ കാഹളം ധ്വനിക്കും, എന്റെ കർത്താവിനെ കാണുവാൻ ഞാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. And that is why verse 8, which is the biggest supernatural experience. അതുകൊണ്ടാണ് അതിന്റെ 8ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ പ്രകൃത്യാതീതമായ അനുഭവമാണ്. Though whom, that is Jesus, having not seen you love. അവനെ, അതായത് യേശുവിനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ സ്നേഹിക്കുന്നു. Though now you do not see him, yet believing you rejoice in a joy inexpressible, full of glory. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യും. The Old Testament saints did not receive eternal life to have fellowship. Today, I am an advantage. പഴയ നിയമത്തിലുള്ളവർക്ക് ആ നിത്യജീവൻ അവരുടെ ഉള്ളിൽ വന്നില്ല. നിത്യജീവനുള്ളവർക്ക് ദൈവത്തോട് ഫെലോഷിപ്പ് കിട്ടത്തുള്ളൂ, അതവർക്ക് കിട്ടിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് അവരെക്കാൾ വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടി. The I am, the Holy Spirit is living in me. ഞാനാകുന്ന പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വാസം ചെയ്യും. I have a high priest at the right hand of the Father, Jesus Christ. എനിക്ക് യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തുണ്ട്. I have eternal life in me so that I have continued fellowship with him. എനിക്കിപ്പോൾ എന്റെ ദൈവത്തോട് നിരന്തര കൂട്ടായ്മ അനുഭവിക്കാൻ പറ്റുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ട്. My dear friend, പ്രിയരേ, this is not a joke. ഈ പുസ്തകം ചില കളിതമാശകൾ എഴുതി വെച്ചിരിക്കുന്നതല്ല. Never lose sight. I can go ahead more and more. I will go ahead. I want everyone, every believer, everyone who knows Jesus, never lose sight of eternity. If the Old Testament saints who did not have eternal life would embrace which they could not see, how much more can you embrace and confess about the one whom you can see? ഞാൻ ഈ വചനം വീണ്ടും തുടരും. കാരണം എനിക്ക് എന്റെ ആഗ്രഹം, എനിക്ക് വേണം കർത്താവിൽ വിശ്വസിച്ച ഓരോ മക്കളും ഈ ജീവനുള്ള പ്രത്യാശയിൽ അവർ പുതുകണം. ഈ ലോകത്തിൽ അവർ പതരുത്. ഒന്ന് ഓർത്തു നോക്കിയേ, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ അവർക്ക് നിത്യജീവൻ അവരുടെ ഉള്ളിൽ വന്നില്ലെങ്കിലും ദൂരത്ത് നിന്ന് കണ്ടുകൊണ്ട് ആ യേശുവിനെ
അവർക്ക് പുണരുവാനായെങ്കിൽ, വിശ്വാസ കണ്ണുകളാൽ പ്രത്യാശയാൽ പറ്റിയെങ്കിൽ, ഇന്ന് നിത്യജീവൻ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവ് അകമേ വസിക്കുന്ന നാം ആ കർത്താവിൽ ഇവിടെ ഒന്നും നോക്കാതെ, ഒന്നിലും തകരാതെ മുമ്പോട്ടുള്ള പ്രത്യാശയിൽ നമ്മൾ കുതിക്കണ്ടേ. We take all precautions for corona. Yes, true. അതെ, നമ്മൾ കൊറോണയെ സംബന്ധിച്ചുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുക്കുന്നുണ്ട്. But എന്നാൽ I am not kept by the precaution. I am kept by the power of God. ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ മാസ്കോ മറ്റൊക്കെ ഞാൻ ഉപയോഗിക്കും, പക്ഷെ അതിലല്ല എൻ്റെ പരിരക്ഷ, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്. Everything around me might go wrong. എൻ്റെ ചുറ്റുപാടുമുള്ളതെല്ലാം തെറ്റിപ്പോയേക്കാം, But എന്നാൽ nothing will happen to me എനിക്കൊന്നും സംഭവിക്കുകയില്ല. because I am kept by the power of God. കാരണം ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുക, കാക്കപ്പെട്ടിരിക്കുക ദൈവശക്തി. ആമേൻ. Today, ഇന്ന് are you afraid? ഏതൊരു കാര്യത്തിൽ ഭയന്നിരിക്കുകയാണോ? Tell the fear, ഭയത്തോട് പറയണം, you will be afraid. നിനക്കേ പേടിക്കാനുള്ളൂ, I am not to be afraid എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യം. because I am kept by the power of God. എന്നാൽ ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുക ദൈവശക്തി. ആമേൻ. Gold will perish in fire. സ്വർണം പോലും അഗ്നിയിൽ തകർന്ന് നശിക്കാം, I won't. ഞാൻ നശിക്കത്തില്ല. Eternal life is in me. എന്റെ അകത്ത് ദൈവം വെച്ച നിത്യജീവൻ ഇരിക്കുകയാണ്. What a presence. ഓ, എന്ത് മഹത്വമേറിയ ഒരു സാന്നിധ്യം. I really pray. വാസ്തവത്തിൽ പ്രാർത്ഥിക്കുന്നു, Every fear, every condemnation, everything that is preventing you from having that intimate personal relationship with Jesus. എല്ലാ ഭയവും, എല്ലാ എന്തൊക്കെയാണോ ആ ഗിൽറ്റി ഫീലിംഗ്, കുറ്റബോധം, എന്തൊക്കെയാണോ കർത്താവുമായിട്ട് ഒരു ചേർന്ന് ആ ഇന്റിമേറ്റ് ബന്ധത്തിൽ നിന്ന് തടയുന്നത്, Break it loose in Jesus' name. യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ചു കളയുക. I belong to Jesus. ഞാൻ എൻ്റെ യേശുവിന്റെ സ്വന്തമാണ്. He saved me from the power of darkness. അവൻ എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. I am kept by the power of God. വിടുവിക്കുക മാത്രമല്ല, ഇപ്പോൾ അവൻ എന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. Sealed by the Holy Spirit for redemption. വീണ്ടെടുപ്പ് നാളിന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ട് വെച്ചിരിക്കുന്നു. At the appearing of my Lord and Savior. എന്റെ കർത്താവിന്റെ വരവിൽ ഞാൻ വെളിപ്പെടേണ്ടതിനായി ഞാൻ I am kept by Him. അവനാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. Isn't it glorious? ഓ, ഇതെത്ര മഹത്വപൂർണമായ പരിജ്ഞാനമാണ്. Be confident. ഇതിനെക്കുറിച്ച് ഉറപ്പുള്ളവരാകുക. The Bible says, ബൈബിൾ പറയുന്നു, the just will live by faith. നീതിമാൻ വിശ്വാസത്താൽ. It doesn't say about the future, it says about now. അത് ഭാവിയെക്കുറിച്ചല്ല, ഇന്ന് ഓരോ ദിവസവും ജീവിക്കുന്നു. We will respond to many things. നമ്മൾ പല കാര്യങ്ങളോട് പ്രതികരിക്കും. Many people, many of them are coming and saying, we want to stand for elections in the ward for the panchayat election. പലരും വന്ന് പറയാറുണ്ട്, ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുന്ന, ഇലക്ഷൻ വരുന്നല്ലോ, ഞങ്ങൾ അത് ചെയ്യുന്നൊക്കെ പലരും വരാറുണ്ട്. I said, go ahead. അവരോട് പറയും, മുമ്പോട്ട് പോവുക. But എന്നാൽ your foundation നിങ്ങളുടെ അടിത്തറ should be prayer. പ്രാർത്ഥനയായിരിക്കും. Prayer. പ്രാർത്ഥിക്കുക. That intimate relationship with God. ദൈവത്തോടുള്ള ആ ആഴമായ ബന്ധം. Don't get entangled in politics. Don't get entangled in here. Hold on to eternal life. ലോകത്തിൽ do anything you നിങ്ങൾ പൊളിറ്റിക്സ് ആയിരിക്കും ചെയ്യുന്നത്, നിങ്ങൾ ഇലക്ഷന് നിൽക്കാനായിരിക്കും പോകുന്നത്, പക്ഷെ നിങ്ങൾ അതിനകത്ത് കുടുങ്ങിപ്പോകരുത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ആകാന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. This is for even businessmen. ഇത് ബിസിനസ്സുകാരെ സംബന്ധിച്ചും അങ്ങനെയാണ്. Don't get entangled in business. നിങ്ങളുടെ ബിസിനസ് നിങ്ങളെ കുടുക്കിക്കളയരുത്. Your foundation should be eternal life, that you will have relationship. നിങ്ങളുടെ അടിത്തറ, നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ആ കർത്താവുമായിട്ടുള്ള ആഴമേറിയ നിത്യമായ ബന്ധമാണ്. Joy inexpressible. പറഞ്ഞു തീരാത്തതും മഹിമേറിയതുമായ ആനന്ദത്തോടെ നമ്മൾ സന്തോഷിക്കും. Joy inexpressible. പറഞ്ഞറിയിക്കാൻ മേലാത്ത സന്തോഷം. Because I know. കാരണം എനിക്കറിയാം, He who began will complete it. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിന് He is faithful, he will do it. അവൻ വിശ്വസ്തൻ, അവനത് നിവർത്തി. 1 Thessalonians 5:24, he is faithful, he began, he will do it. 1 തെസ്സലോനിക്കർ 5:24, അവൻ വിശ്വസ്തൻ, അവൻ ആരംഭിച്ചു, അവൻ തന്നെ അത് നിർവഹിക്കും. What will he do? എന്താണ് അവൻ ചെയ്യുക? He will present me blameless, spirit, soul and body before the Father. എന്റെ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനെ ഒരുപോലെ
ദൈവമുമ്പാകെ ബ്ലെയിംലെസ് ആയി കീടമില്ലാത്തതായി എന്നെ അവിടെ പ്രസന്റ് ചെയ്യും. My dear, love Jesus. എന്റെ പ്രിയരെ, യേശുവിനെ സ്നേഹിച്ചാൽ, Love him. അവനെ സ്നേഹിച്ചാൽ. That is why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, first seek the kingdom and his righteousness, everything else will just be added to you. മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ, ബാക്കി ഈ ലോകത്ത് വേണ്ടതെല്ലാം നിങ്ങളുടെ പുറകെ വരും. Isn't Jesus wonderful? ഓ, യേശു എത്ര അത്ഭുതവാനാണ്. I felt like bursting out എന്റെ അകം ഒരു വിസ്ഫോടനം പോലെ ഞാൻ അനുഭവിക്കുക, because of his love. യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച്. He loves us. അവൻ നമ്മെ അത്രമേൽ സ്നേഹിക്കുന്നു, He loves us so much. അത്രമേൽ സ്നേഹിക്കുന്നു. Never be afraid. ഒരിക്കലും പേടിക്കരുത്, Never be condemned. ഒരിക്കലും ഒരു അപരാധ ബോധത്തിൽ You ജീവിക്കുക. are kept by him. അവനാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. He will present you blameless. അവൻ നിന്നെ, നിങ്ങൾ കറയും ചുളുക്കവും ഇല്ലാതെ നിന്നെ അവനാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. He is faithful. അവൻ വിശ്വസ്തൻ, He will do it. അവനത് നിർവഹിക്കും. God bless you. ദൈവം അനുഗ്രഹിക്കും. May the love of God പിതാവാം ദൈവത്തിന്റെ സ്നേഹവും and the grace of our Lord and Savior നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും and the communion, the fellowship with the Holy Spirit പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ, ആ നിരന്തര സഹവാസം be with us always. നമ്മളെല്ലാവരോടും എപ്പോഴും ഉണ്ടായിരിക്കും. Amen. ആമേൻ.